Dear students, welcome to my new video. നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കായ സന്തൂർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ലെസണാണ് ഫൺ വിത്ത് ഫ്രണ്ട്സ്. നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത് ആദ്യം പറയുന്നത് ഒരു ചെറിയ മനോഹരമായ സ്റ്റോറിയാണ്. അതിനുശേഷം കളേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൺ വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെയുള്ള രസക്കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ സ്റ്റോറി. കം ഡിയർ ഹെൻ ലെറ്റ് us ഗോ ടു ദ വില്ലേജ് ഫെയർ. നോക്കി, ഇവിടെ ഒരു ഡക്കും പിന്നൊരു ഹെന്നും ഉണ്ട്. അപ്പം ഡക്ക് ഹെന്നിനോട് പറയാണ്, പ്രിയപ്പെട്ട കോഴി, നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വില്ലേജിൽ ഒരു മേള നടക്കുന്നുണ്ട്, ഒരു ഫെയർ നടക്കുന്നുണ്ട്, അവിടെ നമുക്ക് പോകാം. ഓൾ റൈറ്റ്, ലെറ്റ് മീ ബ്രിങ് മൈ ചിക്സ്. അന്നേരം എന്താണ് ആ കോഴി പറയുന്നത്? അതിനെന്താ, നമുക്ക് പോകാം. പക്ഷെ എന്താണ് പ്രശ്നം? എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ വിളിച്ചോണ്ട് വരട്ടെ. അപ്പം ഹെന്നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ചിക്സ്. കം ഡക്ലിങ്സ് ലെറ്റ് us ഗോ. അപ്പം ഡക്ക് ആരോടാ പറയുന്നത് നോക്കി? ഡക്കിൻ്റെ കുഞ്ഞുങ്ങളോടാണ്. ഡക്കിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡക്ലിങ്സ്. അപ്പോൾ അവർ രണ്ടുപേരും മക്കളെയും കൂട്ടി മേള കാണാൻ പോവുകയാണ്. നോക്കി, വഴിയിൽ എന്താണോ? ഒരു റിവർ. വി ഹാവ് റീച്ച്ഡ് ദ സ്ട്രീം. നോക്കി, ഒരു സ്ട്രീമിൻ്റെ അടുത്ത്, അരുവിയുടെ അടുത്ത് എത്തി. ഐ കനോട്ട് സ്വിം, ഹൗ ഷാൽ വി ക്രോസ് ദ സ്ട്രീം. നമ്മുടെ ഹെൻ പറയാണ്, നോക്കി, ഈ അരുവി എങ്ങനെ കടക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്താ കാര്യം? എനിക്ക് നീന്താൻ അറിയില്ല. ഐ കനോട്ട് സ്വിം, എനിക്ക് സ്വിം ചെയ്യാൻ, നീന്താൻ അറിയില്ല. ഐ ഹാവ് എ പ്ലാൻ. അപ്പോൾ ഡക്ക് എന്താ പറയുന്നത്? എനിക്കൊരു പദ്ധതിയുണ്ട്. നോക്കി, എന്താ പദ്ധതി? കണ്ടോ, ഡക്ക് ഹെന്നിനെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു. ബാക്കിയുള്ള ഡക്ലിങ്സോ, ചിക്സിനെ കണ്ടോ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പം ഡക്കിന് സ്വിം ചെയ്യാൻ പറ്റും അല്ലേ, ഹെന്നിനെ ഉള്ളൂ പറ്റാത്തത്. അപ്പം ഹെന്നിനെ പുറത്ത് കയറ്റി ഡക്ക് പോകുന്നു, ചിക്സിനെ പുറത്ത് കയറ്റി ഡക്ലിങ്സും പോകുന്നു. കണ്ടോ, എന്ത് മനോഹരമായ സ്റ്റോറി അല്ലേ. നമ്മളിങ്ങനെയാണ് ഫ്രണ്ട്സിനെ സഹായിക്കേണ്ടത്. മനസ്സിലായോ? നോക്കിയാൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഹൗ മെനി ഡക്ലിങ്സ് ആൻഡ് ചിക്സ് ആർ ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? എത്ര ഡക്സിനെയും ഡക്ലിങ്സിനെയും കാണാൻ പറ്റുന്നുണ്ട്? ഒരു ഡക്കും 3 ഡക്ലിങ്സും അല്ലേ, ഒരു ഹെന്നും 3 ചിക്സും. ദ ഡക്ക് ആൻഡ് ദ ഹെൻ ആർ ദേ ഫ്രണ്ട്സ്? ഹൗ ഡു യു നോ? അവർ ഈ ഹെന്നും ഡക്കും ഫ്രണ്ട്സ് ആയിരുന്നോ? ആയിരുന്നു അല്ലേ. എങ്ങനെയാണ് മനസ്സിലാവുന്നേ? ദേ ഹെൽപ്പ് ഈച്ച് അതർ അല്ലേ. ദേ ഹെൽപ്പ് ഈച്ച് അതർ ടു ക്രോസ് ദ സ്ട്രീം. ആ സ്ട്രീം കടക്കാൻ അവർ പരസ്പരം എന്ത് ചെയ്തു? സഹായിച്ചിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡി ദ ഹെൻ ആൻഡ് ദ ചിക്സ് ക്രോസ് ദ സ്ട്രീം? ഈ അരുവി എങ്ങനെയാണ് ഹെന്നും ചിക്കും കൂടെ ക്രോസ് ചെയ്തത്? ദ ഹെൻ സാറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഡക്ക് ആൻഡ് ചിക്സ് സാറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഡക്ലിംഗ് ടു ക്രോസ് ദ സ്ട്രീം. ആ അരുവി കടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡക്കിൻ്റെ മുകളിൽ കയറി ഹെന്നും, ഡക്ലിങ്സിൻ്റെ മുകളിൽ കയറി ചിക്സും എന്ത് ചെയ്തു? അരുവി കടന്നു. ഹാവ് യു എവർ ഹെൽപ്പ് യുവർ ഫ്രണ്ട്? ഹൗ ഡിഡ് യു ഹെൽപ്പ്? നിങ്ങൾ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? യെസ്, ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് മെനി ടൈംസ് ബൈ ഷെയറിങ് മൈ പെൻസിൽ ആൻഡ് ഇറേസർ. എൻ്റെ പെൻസിലും ഇറേസറും ഒക്കെ ഞാൻ കൊടുത്ത് എൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിഡ് യു ഫീൽ വെരി ഹാപ്പി ഹെൽപ്പ് യുവർ ഫ്രണ്ട്? ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് ഹാപ്പി ആണോ? യെസ്, ഐ ആം വെരി ഹാപ്പി. ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാച്ച് ദ ഫോളോയിങ് ആനിമൽസ് വിത്ത് ദിയർ യങ് വൺസ്. നോക്കി, ഇവിടെ നമുക്ക് 2 സ്ഥലം പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ആനിമൽസ് ഇവിടെ, അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ. നോക്കിയാൽ ഡക്കിൻ്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരെന്താ? ഡക്ലിങ്. ഹെന്നിൻ്റെയോ? ചിക്ക്. കൗവിൻ്റെയോ? കാഫ്. ക്യാറ്റിൻ്റെ കിറ്റൻ. ഡോഗിൻ്റെ പപ്പി. അപ്പം ഇത് ആനിമൽസ്, ഇതവരുടെ ബേബീസ്. കണ്ടോ ഓരോരുത്തരെയും വിളിക്കുന്ന പേര്. ഇനി നമുക്ക് പഠിക്കാനുള്ള കളേഴ്സ് എന്ന് പറയുന്ന ഒരു പോമാണ്. വളരെ മനോഹരമായ ഒരു പോമാണ്. നമുക്ക് നോക്കാം. യു ഹാവ് എ ഫ്യൂ ക്രയോൺസ്, റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഐ ഹാവ് സം ടു. നോക്കി,
ഇവിടെ രണ്ട് കുട്ടികൾ പറയാണ്, രണ്ട് കുട്ടികൾ പരസ്പരം പറയാണ്, യു ഹാവ് എ ഫ്യൂ ക്രയോൺസ്. നോക്കി, നിനക്ക് കുറച്ച് ക്രയോൺസ് ഉണ്ട്. നോക്കി, റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ, ഗ്രീൻ, പേർപ്പിൾ ആൻഡ് എ ബ്ലാക്ക്. ഐ ഹാവ് സം ടു. എൻ്റെ കയ്യിലും കുറച്ചുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ക്രയോൺസിൻ്റെ കളർ? എന്താണ്? റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, പേർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഐ ഹാവ് സം ടു. നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഐ നീഡ് ദ റെഡ് ആൻഡ് യു നീഡ് ദ ബ്ലാക്ക്. ഇഫ് വി ഷെയർ അവർ ക്രയോൺസ് വി ഹാവ് എ ഫുൾ പാക്ക്. എൻ്റെ അടുത്തും കുറച്ചുണ്ട്, നിൻ്റെ അടുത്തും കുറച്ച് ക്രയോൺസ് ഉണ്ട്. നമ്മൾ രണ്ട് പേരും കൂടെ ഈ ക്രയോൺസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പാക്ക് ക്രയോൺസ് ഉണ്ട്. ശരിയല്ലേ? നമ്മൾ ക്രയോൺസ് എടുക്കുമ്പോൾ നമുക്കറിയാം എല്ലാ കളറും നമ്മുടെ കയ്യിൽ ചിലപ്പം കാണത്തില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എല്ലാ കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? അതുപോലെ നമുക്ക് ഷെയർ ചെയ്യാമെന്നാണ് ആ കുട്ടികൾ പറയുന്നത്. ആൻസർ ദ ക്വസ്റ്റ്യൻസ്. റൈറ്റ് യുവർ ആൻസർ ഇൻ ഗിവൺ സ്പേസ്. നോക്കി, ഇവിടെ സ്പേസ് തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ എഴുതി ചേർക്കാനാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ പോം? പോയത്തിൽ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ അല്ലേ? വൈ ഡു ദ ചിൽഡ്രൻ വാണ്ട് ടു ഷെയർ ദ ക്രയോൺസ്? എന്തുകൊണ്ടാണ് കുട്ടികൾ ക്രയോൺസ് ഷെയർ ചെയ്യാമെന്ന് വെച്ച്? ദ ചിൽഡ്രൻ വാണ്ടഡ് ടു ഷെയർ ദ ക്രയോൺസ് ബിക്കോസ് വൺ ചൈൽഡ് നീഡഡ് റെഡ്. ഒരു കുട്ടിക്ക് എന്താണ് ഇഷ്ടം? റെഡ് വേണമായിരുന്നു. ആൻഡ് അതർ നീഡഡ് ബ്ലാക്ക്. അടുത്ത കുട്ടിക്ക് എന്താ വരുന്നത്? ബ്ലാക്ക് വേണമായിരുന്നു. ബൈ ഷെയറിങ് ദേ കുഡ് ബോത്ത് ഹാവ് ഫുൾ പാക്ക് ഓഫ് ക്രയോൺസ്. അപ്പോൾ ആ 2 കുട്ടികൾക്കും പലർക്കും ഒരാൾക്ക് വേണ്ടി കളറല്ല, വേറൊരാൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർ പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക്? എങ്ങനെയാണ് അവർക്കൊരു ഫുൾ പാക്ക് ക്രയോൺ കിട്ടിയത്? എങ്ങനെയാണ്? ദ ചിൽഡ്രൻ ഇൻ ദ പോയം ക്യാൻ ഹാവ് എ ഫുൾ പാക്ക് ബൈ ഷെയറിങ് ദെയർ ക്രയോൺസ്. അവരുടെ ക്രയോൺസ് ഷെയർ ചെയ്താണ് അവർക്കൊരു ഫുൾ പാക്ക് കിട്ടിയത്. വൺ ചൈൽഡ് ഹാസ് സം കളേഴ്സ് ആൻഡ് യെല്ലോ URS and the other child has the rest. By sharing they each have access to all colors yellow URS. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് 2-3 കളർ ഉണ്ടെന്ന് വിചാരിക്കുക, മറ്റേ കുട്ടിക്ക് അതുപോലെ 2-3 കളർ അല്ലെങ്കിൽ 4-5 കളർ. ഈ കളർ എല്ലാം കൂടെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഫുൾ പാക്കിൽ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാ കളറും കിട്ടും. ഇനി തിങ്ക് ആൻഡ് സേ എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഷെയർ ദെയർ ക്രയോൺസ്. ഡു യു ഷെയർ എനിത്തിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്? ഈ ലെസണിനകത്തിൽ കുട്ടികളെ ക്രയോൺ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാമായിരുന്നോ? വാട്ട് യു ഷെയർ? നമ്മളെന്താ സാധാരണ ഷെയർ ചെയ്യാറ്? ഫുഡ് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? ഫുഡ് ഷെയർ ചെയ്യാറില്ലേ? പിന്നെ പെൻസിൽ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. You have only green, blue and red crayons. Talk in pairs. What would you want to draw? നോക്കി, നമുക്ക് പല കളർ നോക്കി, ഗ്രീന്, ബ്ലൂ, റെഡ് ക്രയോൺസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? എന്തൊക്കെ വരയ്ക്കാൻ പറ്റും? നമുക്കൊരു ആപ്പിൾ വരയ്ക്കാൻ പറ്റും അല്ലേ? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലേ? നമുക്കൊരു ബേർഡിനെ വരയ്ക്കാൻ പറ്റും. ബ്ലൂ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട് അല്ലേ? റെഡും ഉണ്ട്. ഒരു ബേർഡിനെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്രൗൺ, ഓറഞ്ച് ഇതെല്ലാം ഉണ്ടെങ്കിലോ നമുക്ക് വേണമെങ്കിൽ ഒരു റെയിൻബോ തന്നെ വരയ്ക്കാം അല്ലേ? ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ട് നമുക്കൊരു റെയിൻബോ തന്നെ വരയ്ക്കാം. ഒരു മഴവില്ല് തന്നെ വേണമെങ്കിൽ അവിടെ വരച്ച് ചേർക്കാം കേട്ടോ. ഇത് നോക്കി, ഇവിടെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കുന്നത്. പക്ഷെ അതെല്ലാം കളേഴ്സ് ഏതൊക്കെയാണ്? ബ്ലൂ, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, ബ്രൗൺ. ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന കളറുകൾ. ഇനി നൗ സേ ദീസ് വേർഡ്സ് എലൗഡ്. ഇത് ഉറക്കെ വായിക്കാനാണ് പറയുന്നത്. ഗ്രീൻ, ഗ്രേ, ഗ്രാസ്, ഗ്രേപ്സ്, ഗ്രാൻഡ് മദർ. CR എന്നാണ്. ക്രയോൺ, ക്രാബ്, ക്രെയിൻ, ക്രോ, ക്രെഡിൽ. ഡ്രോ, ഡ്രം, ഡ്രസ്, ഡ്രോപ്പ്, ഡ്രാഗൺ. പ്രിൻസ്, പ്രിൻസസ്, പ്രൈസ്, പ്രേ, പ്രസൻറ്റ്. ഫോം എ സെൻറ്റൻസ് യൂസിങ് ദീസ് ഓഫ് നമ്മൾ ഇത് വെച്ചിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ ഒരു പ്രത്യേക ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പം ഓരോ കളറിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ യെല്ലോ എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ കളർ ഏതാ? ഗ്രീൻ. അപ്പോൾ ഈ കളർ നോക്കി നമ്മൾ ഇതിനെ വായിക്കുക. അപ്പോൾ ഇതെന്താ? ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, പർപ്പിൾ. ബ്ലൂ, പർപ്പിൾ, ഗ്രീൻ, റെഡ്. മനസ്സിലായി എങ്ങനെയാണെന്ന്? അതായത് ഈ കളർ ഏതാണോ അത് നമ്മൾ പറയുക, അല്ലാതെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ല വായിക്കേണ്ടത്. ഓക്കെ. വേർഡ്സ് യൂസ്ഡ് ടു ഷോ ആക്ഷൻസ് കോൾ ആക്ഷൻ വേർഡ്സ്. നോക്കി, ഇതിനകത്തുനിന്ന് ആക്ഷൻ വേർഡ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന, ജോലി ചെയ്യുന്നത്. ഏതൊക്കെ ജോലിയാണ് ചെയ്യുന്നത് നോക്കിയേ. ക്യാരറ്റ്, ലാഫ്, ഡാൻസ്, ലെഗ്, ഈറ്റ്. ഇതിനകത്തിൽ ഏതൊക്കെയാണ് നമ്മൾ ജോലി? ലാഫ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ് അല്ലേ. ഡാൻസ് അത് വെർബാണ്. ഈറ്റ് അത് വെർബാണ്. ദെൻ ക്രൈ, സ്വിം, പിന്നെന്താണ്? സ്ലീപ്പ്. ഇതൊക്കെ ജോലിയാണ് അല്ലേ. പ്ലേ, റൺ, ജംപ്, ഡിഗ്, റൈറ്റ്, സ്മൈൽ. ഇതെന്താ ലാസ്റ്റ്? പുഷ്. പുഷും എന്താണ്? ഒരു വേർബാണ് കേട്ടോ. ഫൈൻഡ് ദ ആക്ഷൻ വേർഡ് ഇൻ ദ ഗ്രിഡ് ബിലോ. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് കണ്ടോ വോക്ക് എന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ യാൺ, പോർ, കഫ്, ഗിവ്, സീ, ഓപ്പൺ, ഹെൽപ്പ്. ഇത്രയും വേർഡ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടെത്തണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തരികയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇതിൻ്റെ ബാക്കി ഭാഗമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം.